എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചൊവ്വ എന്ന ഗ്രഹത്തിനെയായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ചൊവ്വ എന്ന ഗ്രഹം ഒരു പാപഗ്രഹത്തിൻ്റെ പട്ടികയിൽപ്പെട്ട ഒരു ഗ്രഹമായിരുന്നു. അതുപോലെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഗ്രഹമെന്ന് പറയുന്നത് ആയുസ്സിൻ്റെയും മരണത്തിൻ്റെയൊക്കെ ഗ്രഹമായ ശനിയെയാണ്. അപ്പോൾ ശനിയും ചൊവ്വയെപ്പോലെ തന്നെ ഒരു പാപഗ്രഹത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഈ ഗ്രഹത്തെ കൊണ്ട് ദോഷകാര്യങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ ശുഭകരമല്ലാത്ത കാര്യങ്ങളാണ് ഈ ശനിയെ വെച്ച് സാധാരണയായിട്ട് പറയുന്നത്. ഇപ്പം ശനിയെക്കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആയുസ്, മരണം, ദാരിദ്ര്യം, അതുപോലെ തന്നെ അസുഖങ്ങൾ, അതുപോലെ തന്നെ അകൽച്ച, അതുപോലെ സ്ഥിരത, അതുപോലെ തന്നെ ബന്ധനം, അതുപോലെ കാരാഗൃഹം, ഇതൊക്കെയാണ് ശനിയെ വെച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ. ശനി എന്ന് പറഞ്ഞാൽ ഒരു അകൽച്ചയുടെ ഗ്രഹമാണ്. അപ്പം 7ാം ഭാവത്തിൽ, വിവാഹത്തിൻ്റെ ഭാവത്തിലൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങളെന്ന് കരുതേണ്ട കാര്യമില്ല. അതൊക്കെ ബാക്കി ഭാവങ്ങളും കാര്യങ്ങളുമൊക്കെ കണ്ടിട്ട് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ജീവിത പങ്കാളികൾ തമ്മിൽ ഒരു അകൽച്ച, അത് ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടായിരിക്കാം. ഒരാൾ ഇപ്പം വിദേശത്തായിരിക്കും, ഒരാൾ നാട്ടിലായിരിക്കും. അങ്ങനെയൊക്കെ ഏതെങ്കിലും അവസരത്തിൽ അവർക്കൊന്ന് പിരിഞ്ഞിരിക്കാനുള്ള ഒരു അവസരം ശനി കൊടുക്കും, കാരണം അകൽച്ചയുടെ ഗ്രഹമായതുകൊണ്ട്. അതുപോലെ തന്നെ ശനിയെക്കൊണ്ട് ചിന്തിക്കുന്ന രത്നം എന്ന് പറയുന്നത് ഇന്ദ്രനീലമാണ്. അതുപോലെ ശനി ലഗ്നത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദോഷസ്ഥാനത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ശരീരം പറയുന്നതെന്ന് പറഞ്ഞാൽ കുഴിഞ്ഞ കണ്ണുകൾ, അതുപോലെ തന്നെ മെലിഞ്ഞ ശരീരം, വൃത്തിയില്ലാത്ത തലമുടി, വൃത്തിയില്ലാത്ത വസ്ത്രം, ഇങ്ങനെയൊക്കെയാണ് ശനിയെക്കൊണ്ട് ചിന്തിക്കുന്നത്. പക്ഷേ ഈ ശനിക്ക് ചില നല്ല കാര്യങ്ങളും കൂടെ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം തൊഴിലിൻ്റെ കാരകത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ ശനി 10ാം ഭാവമായിട്ട്, അല്ലെങ്കിൽ കർമ്മസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള തൊഴിലിൽ സ്ഥിരത കാണും. തൊഴിലിൽ ദാരിദ്ര്യം അനുഭവിക്കില്ല. അതുപോലെ തന്നെ ആ 10ാം ഭാവം കർമ്മസ്ഥാനത്ത് വ്യാഴവും കാര്യങ്ങളോ, അല്ലെങ്കിൽ ബുധൻ, ശുക്രൻ, ഇങ്ങനെ ശുഭഗ്രഹങ്ങളുടെ കൂടെയൊക്കെ ശനി നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കാലത്തും പ്രവൃത്തിയില്ലാതെ ജീവിക്കേണ്ടി വരില്ല. പക്ഷേ ശനിയെക്കൊണ്ട് പറയുന്ന തൊഴിലൊക്കെ വളരെ താഴ്ന്ന ജോലിയാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ഥലങ്ങളെപ്പറ്റി പറയുമ്പോൾ വളരെ മലിനപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഓവുചാലൊഴുകുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് സ്ഥലങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്ഥിരതയുടെ ഗ്രഹമാണ് ശനി. അതായത് ഇപ്പം ഈ സന്യാസിമാർ എന്ന് പറഞ്ഞാൽ നല്ല ആധ്യാത്മികമായിട്ടൊക്കെ അറിവുള്ള സന്യാസിമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ഗ്രഹനില പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ചന്ദ്രനും ശനിയും തമ്മിലുള്ളൊരു ബന്ധം കാണാം. മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. അതിന് ശനിയുമായിട്ട് ബന്ധം വരുമ്പോൾ ഒരു സ്ഥിരത, അല്ലെങ്കിൽ ഒരു ഏകാഗ്രത ഉണ്ടായിരിക്കും. നമുക്കറിയാം, സന്യാസിമാരെ സംബന്ധിച്ച് അവർ വളരെ ഏകാഗ്രമായ മനസ്സിന് ഉടമകളായിരിക്കും. അതുപോലെ ആധ്യാത്മികമായിട്ട് നല്ല അറിവുള്ള ആൾക്കാരായിരിക്കും. അവരുടെ ഗ്രഹനിലയിൽ ഈ ശനിയും ചന്ദ്രനും തമ്മിലുള്ള ഒരു ബന്ധം തീർച്ചയായിട്ടും കാണാൻ കഴിയും. അതുപോലെ തന്നെ അസുഖങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശനിയെന്ന് പറഞ്ഞാൽ ചലനത്തിൻ്റെ ഗ്രഹമാണ്. അപ്പം നമുക്കറിയാം, നമ്മൾ മനുഷ്യർക്ക് ചലിക്കണമെന്നുണ്ടെങ്കിൽ നാഡീഞരമ്പുകളുടെ പ്രവർത്തനശേഷി ആവശ്യമാണ്. അപ്പോൾ ശനിയെ സംബന്ധിച്ച് ഈ നാഡികളുടെയൊക്കെ കാരകത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ ഈ നാഡീഞരമ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അസുഖ സാധ്യതയാണ് ശനിയെ കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ വാതരോഗങ്ങൾ, കഫസംബന്ധമായ പ്രശ്നങ്ങൾ, അലർജിപരമായ വിഷയങ്ങൾ, ഇതൊക്കെയാണ് ശനിയെക്കൊണ്ട് വരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, നിസർഗ ദശാകാലം എല്ലാവർക്കും ഒരുപോലെ വരുന്ന ദശാകാലം. അതിൽ ശനിയുടെ ദശാകാലം എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ മരണത്തിലേക്കുള്ള യാത്രാ സമയമാണത്. ആ സമയത്ത് മരണം കഴിഞ്ഞ് നമുക്ക് മോക്ഷപ്രാപ്തി കിട്ടുമെന്നാണ് പറഞ്ഞത്. കാരണം ശനി മോക്ഷത്തിൻ്റെയും കൂടി ഒരു ഗ്രഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശനിയെന്ന് പറയുന്നത് നമ്മൾ തള്ളിക്കളയാനുള്ള ഒരു ഗ്രഹമല്ല. തീർച്ചയായിട്ടും ശുഭ കാര്യങ്ങളും കൂടെ ശനിയെക്കൊണ്ട് ചിന്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം.